സമീപമുള്ളപ്പോൾ എങ്ങനെ അപകടം പറ്റും? ആദ്യ ദിവസം പോലീസ് നായ മണം പിടിച്ചു പോയ സമീപത്തെ കടയിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ പരിശോധനയിലൊന്നും ഇന്ന് മൃതദേഹം കണ്ട സ്ഥലത്ത് ഒന്നും കണ്ടെത്താനാകാതിരുന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ സൂചനകളായാണ് കുടുംബം കാണുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇനി വ്യക്തത വരുമോ പരിശോധനയിലൂടെ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമൊക്കെ ചെയ്യും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ല ഈ ക്ലിപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ചാനൽ ചെറിയൊരു വിഷയം പോലെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഇതുപോലുള്ള സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ന്യൂസും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് പ്രശ്നമൊക്കെ വരുമൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ ആ ക്ലിപ്പ് നീക്കം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ വെക്കുകയൊക്കെ ചെയ്തത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ സൈഡിൽ ക്ലിപ്പ് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തുന്നത് കർണാടക വെച്ചാണ് നടത്തുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കോമഡി എന്ന് പറഞ്ഞുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ അവന്മാർക്ക് എല്ലാം തോന്നി പോലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുത്തെ പോലീസുകാരെന്താണെന്ന് വെച്ചാൽ 10 പൈസ കിട്ടിയാൽ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടുന്ന അവന്മാരാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഫോറൻസിക് ഇതിലുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളായേനെ. ഇല്ലെങ്കിൽ ഒരു തോന്നി പോലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്തു കൂട്ടുന്നത്. അപ്പം ആ ഒരു റിപ്പോർട്ട് വന്നാൽ പോലും അത് ശരിയാണോ അതോ എന്താണോ ഒരു പിടുത്തവും കിട്ടത്തില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ വെക്കാം, എന്നിട്ട് സംസാരിക്കാം. ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്ന് ഫൈസൽ ബിൻ അഹമ്മദ് നമുക്കൊപ്പം ശരിക്കാണ്. ഫൈസൽ, സങ്കടകരമായ സംഭവം. അപ്പോൾ ഇതിലെ തുടർ നടപടികൾ എങ്ങനെയാണ് ഇനി ആശുപത്രിയിൽ നടക്കുന്നത്? ശീതൾ, ഞാനിപ്പോൾ നിൽക്കുന്ന സൂചിപ്പിച്ച പോലെ തന്നെ ചിക്കമംഗളൂരുടെ ഈ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുമ്പിലാണ്. മൃതദേഹം അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഇതെന്താന്ന് വെച്ചാൽ ആ 1500 അടിയിൽ നിന്ന് താഴോട്ട് വീഴുന്ന ആ കുട്ടി 1500 അടിയിൽ നിന്ന് വീഴുമ്പോൾ ശരിക്കും ഇതായി പോകേണ്ടതാണ്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി പോലെ ചില വാക്കുകൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കേസായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചാനൽ ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് കുറച്ച് ചതവും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. അത്രയും അടിയിൽ നിന്ന് താഴെ വീഴുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും. ബാക്കി ഇദ്ദേഹം പറയട്ടെ. 1500 അടി താഴ്ചയിലായിരുന്നു. ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ മൃതദേഹം ഇവിടേക്ക് ഈ മുകളിലേക്കുള്ള ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെ വളരെയധികം പ്രയാസപ്പെട്ടു എന്നാണ് ഇപ്പോൾ അവിടെയുള്ളവരൊക്കെ തന്നെ പറയുന്നത്. അതായത് വലിയ കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം മാത്രമാണ് സ്ട്രക്ചറിൽ പുറത്തേക്ക് ഈ ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇപ്പോൾ ഈ മൃതദേഹം ഈ ആശുപത്രിക്ക് എത്തിയത്. ഇവിടെ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഈ മൃതദേഹം കരുതുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ഇതിനായി പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. 2 ഡോക്ടർമാരെ ഇതിനെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പരമാവധി എങ്ങനെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം പരമാവധി എന്താ പറയണ്ട 1.5 മണിക്കൂർ ഉണ്ടെന്ന് നടത്തേണ്ട കേസായിട്ടൊന്നുമല്ല. നല്ല രീതിയിൽ ഇത് ചെയ്യണം. ഇത് തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ, അവന്മാർ ലോക കൂട്ടായ്പ ടീമുകളാണ്. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ളവന്മാർ പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിയാസവും കാണും. പിന്നെ അതുപോലെ കഴുകന്മാരുള്ള ഒരു സ്ഥലവും കൂടാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ തന്നെ ആ മലയിൽ ചിലപ്പോൾ വേറൊരു വഴി കാണാം. ആ വഴി കൂടെ ചിലപ്പം അവിടുത്തെ ലോക്കൽസിനൊക്കെ സഞ്ചരിക്കാൻ അറിയുന്ന രീതിയിലുള്ളതായിരിക്കാം. അങ്ങനെയും ചാൻസുകൾ കൂടുതലുണ്ട്. അല്ലെ കിഡ്നാപ്പ് പോലെ നടത്തിയിട്ട് പിന്നീട് കൊണ്ടിട്ടതാണോ. പിന്നെ അതുപോലെ തന്നെ ബോഡിക്ക് വല്ല പഴക്കവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയും. 4 ദിവസത്തെ ഇതില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എവിടെയോ എന്തോ ഈ ബോഡി കിടത്ത ആ ഭാഗത്തെല്ലാം ഇവർ നേരത്തെ സെർച്ച് ചെയ്തതെന്നും പറയുന്നു. കുട്ടിയെ കാണാതെ സമയത്തെല്ലാം അവർ സെർച്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. എവിടെയോ കേസ് അട്ടിമറിക്കാൻ നല്ല ഇത് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ കാര്യങ്ങളൊക്കെ വരുമ്പം അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ കേസ് ക്ലോസ് ആണ്. അവിടെ CCTVയിൽ അതിലും ഇതിലൊന്നും കൊച്ചിനെ കാണുന്നുമില്ല. റീലെടുക്കാൻ പോയതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഫോണുമായിട്ട് പോയേനെ. പിന്നെ എങ്ങനെയാണ് കൊച്ചു അവിടെ വന്ന്? പിന്നെ കൈവരിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ബന്ധുക്കളുടെയും ഒപ്പം തന്നെ കേരള പോലീസിന്റെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഈ ബന്ധുക്കളുടെയും കേരള പോലീസിന്റെ സാന്നിധ്യം തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കുന്നത്. കേരള പോലീസിന്റെ 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മോർച്ചറിക്കകത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും നടപടികൾ പൂർണ്ണമായും പൂർത്തിയാക്കുക. നടപടികൾ പൂർണ്ണമായും തന്നെ വീഡിയോയിൽ ചിത്രീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കുടുംബം നേരത്തെ ആരംഭിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു അപകടമല്ല, മറ്റെന്തോ രീതിയിൽ അതിൽ അപായപ്പെടുത്തി അവിടെ കൊണ്ടിട്ടതാക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ
പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല പ്രത്യേകമായി കേരളത്തിൽ നിന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ മോർച്ചറിക്കകത്തേക്ക് വിളിപ്പിക്കുകയും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും അവിടെ കൂടി സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത് അതുകൊണ്ട് കൂടി തന്നെയാണ്. പൂർണ്ണമായും സുതാര്യമായി തന്നെ രീതിയിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കർണാടക സർക്കാരിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ഇന്ന് നമുക്ക് ഇന്ന് അല്പം മുമ്പ് ആ സ്ഥലത്ത് ഇവിടുത്തെ MLA അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടിരുന്നു. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അത്തരം നടപടികളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് ഇപ്പോൾ കടന്നത്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ചിലരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവർ പക്ഷേ ഇന്ന് ഇവിടെ എത്തിയതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. 50 പേരോളം ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ അങ്ങനെ പറയത്തുള്ളൂ. ഇലക്ഷൻ കാരണം എല്ലാവരും അങ്ങോട്ടായിരുന്നല്ലോ. ഇവിടുത്തെ BJPയുടെ അതിൻ്റെയൊക്കെ ട്രോളും കാര്യങ്ങളും ഒക്കെ കണ്ട് പിന്നെ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിഷയങ്ങളൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് എല്ലാം മീഡിയ മൊത്തം അവിടെ ആയിരുന്നു. ഈ കൊച്ചിന്റെ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വന്നു പോകുന്നു മാത്രമേ ഉള്ളായിരുന്നു ന്യൂസ്. മീഡിയയുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? മീഡിയയുടെ പവർ, ഈ മീഡിയക്കാരുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര ഇതായിട്ട് മൊത്തം ന്യൂസും കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെയുള്ള ഗവൺമെന്റിന് ഇരിക്കപ്പുറത്തില്ല. നല്ല രീതിയിൽ അവർക്ക് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ KC വേണുഗോപാലൊക്കെ ഇടപെട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പം നല്ല രീതി ഇപ്പോൾ മീഡിയയുടെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മീഡിയക്കാർക്ക് പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ പറ്റും. അത് വിശ്വസിക്കാൻ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് അടുത്തോട്ട് ഈ ന്യൂസും കാര്യങ്ങളും എത്തുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് പ്രശ്നമായിരിക്കും. കാരണം അവിടുത്തെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്, കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്ക് അവന്മാർ ആൾക്കാരെ കൂട്ടി അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം അവിടെ അന്ന് കുട്ടിയെ മിസ്സായതിനു ശേഷം അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ നോക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം മീഡിയയിൽ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങി, എല്ലാവരും ഇതിനെക്കുറിച്ച് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവന്മാർക്ക് നല്ല പണിയായി തുടങ്ങി. മനസ്സിലായോ? അപ്പോഴത്തേക്ക് ആളെ കൂട്ടി ചെയ്തപ്പോൾ വേണ്ട ബോഡി കിട്ടുകയും ചെയ്തു. മീഡിയയുടെ പവർ ഒരു ഒന്നരം വേറെ തന്നെയാണ്. പക്ഷെ അതുപോലെ ഇവന്മാർ വളച്ചൊടിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ബാക്കി കൂടെ വെക്കാം. ബാക്കി ഒരാളൊരു പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ആ സ്പോട്ടിലേക്ക് അതിന്റെ തൊട്ട് 10 മീറ്റർ മുന്നേയും തെരഞ്ഞൊരു സ്ഥലമാണ്. അപ്പൊ വീണ്ടും ഇന്ന് അവർ തെരഞ്ഞപ്പോ ഇന്ന് അവിടുന്ന് സ്മെല്ല് കിട്ടിയത് കാരണം ഇവര് ചെക്ക് ചെയ്തതാണ് നമ്മളോട് പോലീസ് ഒഫീഷ്യൽസ് പറഞ്ഞത്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റീപ്പാണ്. പക്ക അവിടുന്ന് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്പിന്റെ താഴെയാണ് കുട്ടി കിടക്കുന്നത്. വ്യൂ പോയിന്റ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് ഒരു 100 meters, around 300 to 350 feet താഴെ ഉണ്ടാവും. മേലൊന്ന് താഴേക്ക് പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിയിട്ടല്ല. പാറക്കൂട്ടങ്ങളുടെ അവിടെ ഒരു 2 വെള്ളം കൂടി വരുന്ന 2 ചാല് പോലുണ്ട് 2 പാറയുടെ. അതിന് ആ ചാല് വരുന്നതിന്റെ ആ ചാലിന്റെ ഒരു ജസ്റ്റ് ഒരു 10 അടി ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ടുവേർഡ്സ് സൗത്താണ്. അല്ല, ഇവര് ഇവിടെ വന്ന് ഹംപിന്ന് വന്ന് ഇവിടെ എത്തിയതിനു ശേഷം ഞാനും എൻ്റെ സുഹൃത്തും സത്യനും കൂടിയിട്ടാണ് ഇത് അറിഞ്ഞപ്പോൾ അന്നേ ദിവസം രാത്രി അവിടെ നിന്ന് ഒരു 10-10:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പിറ്റേ ദിവസം രാവിലെ എത്തി. ഡ്രോൺ പ്രധാനമായിട്ടും ഒരു പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇവര് മൂന്ന് ഡിപ്പാർട്ട്മെന്റും ആൾക്കാരുണ്ടായിരുന്നു. വളരെ വൃത്തിക്ക് അവർ തിരയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രോൺ ഒരു 3-4 ഡ്രോൺ വെച്ചിട്ട് തിരയുന്നുണ്ടായിരുന്നു. അതിൽ തെർമൽ ഇമേജിംഗ് ഉള്ള ഡ്രോൺ ഉണ്ട്, IR ഉള്ളതുണ്ട്. ഇന്നലെ ഇത് പോയ സമയം, ഇന്നലെയല്ല, ഈ തെരച്ചിൽ നടന്ന സമയത്തൊന്നും ഡ്രോണും കാര്യങ്ങളൊക്കെ ആ വഴി പോയിട്ട് പോലും ഒരു ഇതില്ലായിരുന്നു പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഒരുപാട് ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ ഒരു കേസ് ആയിട്ടുള്ള. ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ഒരു കമന്റ്: കർണാടകയിൽ 2 വർഷം പഠിച്ചതാണ് പഠിച്ചു വെച്ച അനുഭവം കൊണ്ട് പറയുവാണ്, ഏറ്റവും അധികം ക്രിമിനൽ ഉള്ള സ്ഥലമാണ് കർണാടക. മനുഷ്യത്വം നീണ്ടാത്ത ഒരു കൂട്ടം ജനത അഥവാ എന്തെങ്കിലും പ്രശ്നം പോലീസിനോട് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല, പണം മാത്രം നോട്ടം വിട്ടുള്ള പോലീസ്. അതാണ് കർണാടക. ഇപ്പോൾ കോൺഗ്രസ് ഭരണമായതുകൊണ്ട് എല്ലാം കണക്കാണെന്നുള്ള രീതിയിലാണ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടുത്തെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് വലിയ രസകരമായിട്ട് തോന്നുന്നൊന്നുമില്ല. അവന്മാരുടെ രീതികളല്ലേ. ഓക്കെ, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.